ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് 1 മുതൽ മാജിക് പ്രാക്ടീസിൻ്റെ 1 മുതൽ 9 വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചെയ്ത് കഴിഞ്ഞവർ താഴെ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക 1 to 8 കംപ്ലീറ്റഡ് എന്ന്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും 1 മുതൽ ഡേ 1 മുതൽ കാണാനായിട്ട് ശ്രമിക്കുക. ഡേ 1 മുതൽ ഡേ 2, ഡേ 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ഡേ 9ലേക്ക് വരിക. എന്നാലേ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. 20 ഡേയ്സിൻ്റെ മാജിക് പ്രാക്ടീസിൻ്റെ 9ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മണി മാഗ്നറ്റ്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ബില്ല് കൊടുക്കുന്നവരാണ് അല്ലേ. ബില്ല് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബില്ലുകൾ നമുക്ക് നിത്യജീവിതത്തിൽ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ മാസത്തിൽ ഒരുപാട് തരത്തിലുള്ള ബില്ലുകൾ നമുക്ക് പേ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലാവാം, പാലും അല്ലെങ്കിൽ പത്രമൊക്കെ നമ്മൾ പൈസ കൊടുത്ത് അല്ലാതെ തന്നെ ചെയ്യുന്നതാണ്. മറ്റൊക്കെ ഓൺലൈൻ ബില്ല് അടയ്ക്കുന്നതുകൊണ്ട്, അല്ലാത്തതുണ്ട് ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ബില്ലുകൾ നമുക്ക് മാസം അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ സാധാരണ ബില്ല് കിട്ടുമ്പോൾ തന്നെ എന്താണ് ചെയ്യാറുള്ളത്? ഈ ബില്ല് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ആദിയാണല്ലേ. സാധാരണ ഇത് കാണുമ്പോൾ നമുക്ക് ഇത്രയും ബില്ല് വന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത്രയും ബില്ല് വന്നിട്ടുണ്ടായില്ല. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിലും മറ്റു തരത്തിലുള്ള ബില്ലുകളാണെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വന്നിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം ഉണ്ടാവാറുണ്ട് പൊതുവില്ലേ. സാധാരണ മനുഷ്യർ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. പക്ഷെ നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കാറില്ല. നമ്മുടെ ഒരു സർവീസ് അല്ലെങ്കിൽ ബില്ല് കൊടുക്കേണ്ടതായിട്ടുള്ള മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് നമ്മൾ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബില്ല് കൊടുക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോവുകയാണ്. മാത്രമല്ല, ഈ ബില്ല് കിട്ടിക്കഴിയുമ്പോൾ ബില്ലിന് നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മണിയെ അല്ലെങ്കിൽ പണത്തെ നമ്മിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബില്ല് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ കറണ്ട് ബില്ലാണെന്ന് വിചാരിച്ചോ. കാരണം സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ലുകൾക്കാണ് മാസം അപ്പോൾ നമുക്ക് ഈ ചിന്തയൊക്കെ വരാറുള്ളത്. കഴിഞ്ഞ മാസം ഇത്രയും ബില്ല് വന്നില്ല, ഈ മാസമാണെങ്കിൽ ഇത്രയും ബില്ല് വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ല അല്ലേ. അപ്പോൾ ഈ ബില്ല് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലാണെങ്കിൽ തന്നെ നമ്മൾ ഈ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കറണ്ട് കണക്ഷൻ വീട്ടിലുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ബില്ല് വരാനായിട്ട് സാഹചര്യം ഉണ്ടായത്. ഈ കറണ്ട് നമുക്ക് ഇന്ന് വരെ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ കറണ്ടിന് നന്ദി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. KCBക്ക് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അതായത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ KCBക്ക് നന്ദി പറയുക, KCB ജീവനക്കാർക്ക് നന്ദി പറയുക. കാരണം ഈ കറണ്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മളിന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അല്ലേ. കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അയൺ ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൊബൈൽ ചാർജ് ചെയ്യുന്നു, ലൈറ്റ്, ഫാന്, AC ഇല്ലേ. AC ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തണുപ്പ്, നമുക്ക് അത് ചൂടകറ്റി നമുക്ക് തണുപ്പ് പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന AC ആണ് അല്ലേ. ഇങ്ങനെ ഓരോ ഉപകരണങ്ങളും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് കറണ്ട് ഉള്ളത് കൊണ്ടാണല്ലേ. കറണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റുമായിരുന്നോ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കറണ്ടിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ഈ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബില്ല് കിട്ടിയത്. അല്ലെങ്കിൽ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, നല്ല ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അപ്പോൾ അതിൻ്റെ ബില്ല് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് ഇത്രയും ബില്ല് വന്നോ. അപ്പോൾ നമ്മൾ അതിനുള്ള ഫുഡ് അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ കഴിച്ചിട്ടല്ലേ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടല്ലേ ആ ബില്ല് വന്നത്, അത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. അപ്പോൾ ഇങ്ങനൊരു ഹോട്ടലിലാണെങ്കിൽ പോലും നമുക്കൊരു ബില്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം അതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ളൊരു സീക്രട്ട് എന്ന് പറഞ്ഞതാണ്. അതായത് നമ്മൾ ബില്ല് കിട്ടിക്കഴിയുമ്പോൾ ഇനി മുതൽ നമ്മൾ എന്തിൻ്റെ ബില്ലാണെങ്കിലും, ഇപ്പോൾ മൊബൈലിൻ്റെ ബില്ലായിക്കോട്ടെ, മറ്റ് ബില്ലുകളായിക്കോട്ടെ, മൊബൈലിലാണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റും
അല്ലെങ്കിൽ ഫോണും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാണല്ലോ നമുക്ക് ലോകത്തോട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടാണല്ലോ നമുക്ക് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നെറ്റിൽ അധിഷ്ഠിതമായിട്ടാണ് അല്ലേ. ഒരു ഫോണിൽ അധിഷ്ഠിതമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, നമ്മുടെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത്തരം ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് കറണ്ട് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുക. അങ്ങനെ ഓരോ ബില്ലുകൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ബില്ലിന് നന്ദി പറയുക എന്നുള്ളതാണ്. ആ ബില്ലിൻ്റെ ഒരറ്റത്ത് നിങ്ങൾ താങ്ക് യു സോ മച്ച് എന്ന് എഴുതി വയ്ക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ഒരു സൈഡിൽ പെയ്ഡ് എന്നുകൂടി എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെയ്ഡ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കിട്ടും. നമ്മുടെ ഫീലിങ്സാണ് നമ്മുടെ മൈൻഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം മനസ്സിൻ്റെ ചിന്തയിൽ നമുക്ക് മാറ്റം വരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഫീലിംഗ് നിങ്ങൾ താങ്ക് യു സോ മച്ച് എഴുതി വയ്ക്കുമ്പോൾ ബില്ലിൽ, അല്ലെങ്കിൽ അതുപോലെ പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് പൈസ ഇതുപോലെ ബില്ലുകൾ വന്നു കഴിയുമ്പോൾ പണം നിങ്ങൾക്ക് അടയ്ക്കാൻ തക്ക രീതിയിലേക്ക് നിങ്ങളിലേക്ക് പണം നിങ്ങൾ ആകർഷിച്ചു വരുന്ന കാര്യം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ബില്ല് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അടയ്ക്കാൻ അപ്പോൾ പൈസ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുക. ബില്ലിൻ്റെ ഒരു സൈഡിൽ തന്നെ താങ്ക് യു സോ മച്ച് എന്ന് എഴുതുക, പിന്നെ പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുകയും കൂടി ചെയ്യുക, ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ കൂടി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആ ബില്ല് കിട്ടിയപ്പോൾ ആ സമയത്ത് പണം അടയ്ക്കാൻ നിങ്ങളുടെ ഒരു KCBയുടെ ബില്ല്, കറണ്ട് ബില്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു പക്ഷേ പൈസ ഇല്ലായിരിക്കാം. അത് നിങ്ങളിങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അത് അടയ്ക്കാനുള്ള പണം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അത് ഒരു മണി മാഗ്നറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ചിന്ത എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ബില്ല് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, അതിന് നന്ദി പറയുകയും അത് പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ചിന്താഗതിയിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതിയിലും മാനസിക തലത്തിലും പെരുമാറ്റത്തിലൊക്കെ നമുക്ക് മാറ്റം വരണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ മാറിയൊരു പുതിയ മനുഷ്യനായിക്കൊണ്ടിരിക്കും, നല്ലൊരു വ്യക്തിത്വമായിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് മാറുമ്പോൾ, മാറ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്, പോസിറ്റീവായിട്ട് ചിന്താഗതിയിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ, എന്തിനും ഏതിനും നമ്മൾ നന്ദിയുള്ളവരായി തീരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. സമ്പത്താണെങ്കിലും മറ്റ് ഐശ്വര്യമാണെങ്കിലും സമാധാനമാണെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ, കരിയറിൽ ഉയർച്ച, കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ ശമ്പള വർധനവും, നല്ല സൗഹൃദങ്ങൾ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നന്ദിയുള്ള മനോഭാവത്തിലായിരിക്കുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇനി ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ. നിങ്ങളുടെ മനോഭാവത്തിൽ, ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക. ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ബില്ലുകൾക്കും, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ബില്ലുകളാണെങ്കിൽ പോലും, അടച്ചു കഴിഞ്ഞിട്ടുള്ള ബില്ലുകളാണെങ്കിൽ പോലും, ആ ബില്ലുകൾ കയ്യിലുണ്ടെങ്കിൽ ആ ബില്ലുകൾ എടുത്തു വെച്ചിട്ട് അതിനകത്ത് താങ്ക് യു സോ മച്ച് എന്ന് എഴുതുക. ഒപ്പം തന്നെ പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുക. അടച്ച ബില്ലുകളാണെങ്കിലും ഇനി അടയ്ക്കാനുള്ള ബില്ലുകൾക്കും നിങ്ങൾ താങ്ക് യു സോ മച്ച് എന്ന് എഴുതുക. അതിൻ്റെ ഒരു സൈഡിൽ പെയ്ഡ് എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ആ ഒരു ഗുഡ് ഫീലിംഗ് വരികയും നിങ്ങളിലേക്ക് ധാരാളം പണം വരികയും നിങ്ങൾക്ക് ഒരുപാട് സമ്പന്നതയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനും മറക്കാതിരിക്കുക. ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക, ബുക്കിൽ നമ്മൾ എഴുതി വയ്ക്കുക. ഡെയിലി നമുക്ക് കിട്ടിയിട്ടുള്ള, ഇതുവരെ കിട്ടിയിട്ടുള്ള സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ളവരായി അത് എഴുതി വയ്ക്കുകയും പറയുകയും ചെയ്ത് നമ്മൾ ഓരോ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ആസ്വദിച്ച് അതിലായിരുന്നുകൊണ്ട് കഴിക്കുക. ഓരോ എന്ത് വെള്ളം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും ഓരോ സിപ്പ് എടുക്കുമ്പോൾ ആ വെള്ളം ആസ്വദിച്ച് കഴിക്കുക. ഭക്ഷണം ഓരോ പ്രാവശ്യം നമ്മൾ വായിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ രുചി, കറികളുടെ ആണെങ്കിലും മറ്റ് ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും രുചി ആസ്വദിച്ച് ലിവ് ഇൻ ദ പ്രസൻറ്റ്, നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലായിരുന്നുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാനും ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്ദി
പറയേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് മുടക്കാതെ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.